എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ പുത്തൻ വാർത്തകൾ ഉടൻ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ 9ാം വാരത്തിലെ എലിമിനേഷനിൽ ഹൗസ്മേറ്റ്സിനെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചു കളഞ്ഞതിനു പിന്നാലെ പുറത്തായ മത്സരാർത്ഥി ജിസൽ തന്റെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷകളോടെ ഹൗസിലേക്ക് വന്ന ജിസൽ തന്റെ അപ്രതീക്ഷിത പുറത്താകലിനു ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനിപ്പോഴും ഒരുതരം ഷോക്കിലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു എലിമിനേഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഞാൻ പുറത്തായി എന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. വളരെ നിരാശയുണ്ട്. കാരണം 100 ദിവസം പൂർത്തിയാക്കണമെന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ യാത്ര ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എനിക്ക് അവരെയെല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നു. ബിഗ് ബോസ് ഹൗസിനകത്ത് എനിക്ക് ആരുമായിട്ടും വ്യക്തിപരമായ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും അവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, അത്രമാത്രം. എന്റെ അഭിപ്രായത്തിൽ അനീഷ് വളരെ മികച്ച ഒരു ഗെയിമറാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വത്തിനും ഉടമയാണ്. ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അനീഷിനെ പ്രേക്ഷകർ ഇത്രയധികം സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം കൂടുതൽ നന്നായി കളിക്കട്ടെ എന്നും ഈ സീസണിലെ വിന്നർ ആകട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പിന്നെ അനുമോൾ, അവളും വളരെ മികച്ച ഒരു ഗെയിമറാണ്. അവൾ തീർച്ചയായും ടോപ്പ് 2-വിൽ എത്താൻ അർഹതയുണ്ട്. ഞങ്ങൾക്കിടയിൽ ചില വഴക്കുകളും വാഗ്വാദങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലായിരുന്നപ്പോൾ എനിക്ക് പിന്തുണ നൽകിയ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്റെ യാത്ര ഇവിടെ അവസാനിച്ചെങ്കിലും നിങ്ങളുടെ എല്ലാ സ്നേഹവും പിന്തുണയും തുടർന്നും എന്റെ കൂടെയുണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. ജിസലിന്റെ ഈ വാക്കുകൾ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ ചർച്ചയാകുമെന്നുറപ്പാണ്. ശക്തയായ ഒരു മത്സരാർത്ഥി നേരത്തെ പുറത്തായത് പലരുടെയും ഗെയിം പ്ലാനുകളെ എങ്ങനെ ബാധിക്കുമെന്നും വരും ആഴ്ചകളിൽ കാത്തിരുന്ന് കാണാം. ജിസലിന്റെ ഈ പ്രതികരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.